ഡിയർ ഫ്രണ്ട്സ്, ടോപ്പ് ലേണിംഗ് ആപ്പിൻ്റെ വീഡിയോ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജനറൽ ഇംഗ്ലീഷിൽ പ്രത്യേകിച്ചും വൊക്കാബുലറി ഏരിയയിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഏരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കളക്റ്റീവ് നൗൺസ് എന്ന് പറയും. സമൂഹനാമങ്ങൾ. നമുക്കറിയാം, നാമങ്ങൾ പഠിക്കും നമ്മൾ. നൗൺസ്, അതിൽ നമ്പർ പഠിക്കും, ജെൻഡർ പഠിക്കും. മൂന്നാമത്തത് കളക്റ്റീവ് നൗൺസാണ്. കളക്റ്റീവ് നൗൺസ് അല്ലെ ഗ്രൂപ്പ് നൗൺസ് എന്ന് പറയും. അതായത് നാമങ്ങൾ കൗണ്ടബിൾ നൗൺസ്, അൺകൗണ്ടബിൾ നൗൺസ് ഉണ്ട്. അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത് മാസ് നൗൺസ് എന്നാണ് പറയുക. ഇവിടെ കളക്റ്റീവ് നൗൺസാണ്. ഒരുപാട് നൗൺസ് ഉണ്ട്. അബ്സ്ട്രാക്ട് നൗൺസ് ഉണ്ട്, പ്രോപ്പർ നൗൺസ് ഉണ്ട്. അതിലൊരു നാമമാണ് കളക്റ്റീവ് നൗൺസ്, ഗ്രൂപ്പിനെ കാണിക്കാൻ. ഇപ്പം മലയാളത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കൂട്ടം കുട്ടികൾ, പെൺകുട്ടികൾ എന്ന് പറയും. ഒരു കൂട്ടം കള്ളന്മാർ എന്ന് പറയും. ഒരു കൂട്ടം ജോലിക്കാർ എന്ന് പറയും. എല്ലാത്തിനും കൂട്ടം എന്ന് ഉപയോഗിക്കും. എന്നാൽ ഇംഗ്ലീഷിന് അങ്ങനല്ല. ഓരോ നാമഗ്രൂപ്പിനും, അതായത് നാമപദങ്ങൾക്കും വ്യത്യസ്തമായ ഗ്രൂപ്പ് വേർഡ്സ് ഉണ്ട്. അതായത് ഗ്രൂപ്പ് നൗൺസ് എന്ന് പറയും, ഗ്രൂപ്പ് നൗൺസ്, കളക്റ്റീവ് നൗൺസ് എന്ന് പറയും. അതായത് കളക്റ്റീവ് നൗൺസ് നമ്മൾ മനസ്സിലാക്കുക. ഗ്രൂപ്പ് നൗൺസ്, അതായത് കളക്റ്റീവ് നൗൺസ്. ഇത് വാക്കുകളുണ്ട് ഒരുപാട്, അത് നമ്മൾക്കറിയണം. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ കളക്റ്റീവ് നൗൺസ് ഉപയോഗിച്ച എഴുത്തുകാരൻ ആരെന്ന് വെച്ചാൽ ആർതർ കൊനൻ ഡോയിലാണ്. അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ, ഷെർലക് ഹോംസ് കഥകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഹൗണ്ട് ഓഫ് ബാസ്കർവില്ലസിലൊക്കെ അയാൾ ഒരുപാട് സർണിജലുമായിട്ടുള്ള സംഭാഷണത്തിലൊക്കെ അയാൾ ഒരുപാട് കളക്റ്റീവ് നൗൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആർതർ കൊനൻ ഡോയിൽ വായിക്കുന്ന ആളുകൾക്ക് ഓട്ടോമാറ്റിക്കായി വൊക്കാബുലറി ഇങ്ങനെ ആർജിക്കാൻ കഴിയും. കേട്ടില്ലേ? അപ്പം കളക്റ്റീവ് നൗൺസ് അറിഞ്ഞിരിക്കണം. എല്ലാറ്റിനും നമ്മൾ പ്രോപ്പറായ കളക്റ്റീവ് നൗൺസ് അറിഞ്ഞിരിക്കണം. കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന്, മത്സര പരീക്ഷകൾക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പം നമ്മൾ CHSL പരീക്ഷയായാലും ശരി, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷയായാലും ശരി, കളക്റ്റീവ് നൗൺസ്, ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എപ്പോഴും കളക്റ്റീവ് നൗൺസിൽ അധികരിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ആ മേഖലയിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടരുത്. ഇപ്പം നാമങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സിംഗുലർ ഏതാണ്, പ്ലൂറൽ ഏതാണെന്ന് അറിയണം. ചില വാക്കുകൾക്ക് ജെൻഡർ ഉണ്ടെങ്കിൽ ജെൻഡർ വേർഡ് അറിയണം. കളക്റ്റീവ് നൗൺസ്, എക്സാക്ട് കളക്റ്റീവ് നൗൺസ് അറിയണം. മൃഗങ്ങളാണെങ്കിൽ യങ് വൺസ് അറിയണം, കുഞ്ഞുങ്ങളെ വേറെ അറിയണം. അതുപോലെ തന്നെ സൗണ്ട്, മൃഗങ്ങളുണ്ടാക്കുന്ന സൗണ്ടാണെങ്കിൽ ആ സൗണ്ട്സിൻ്റെ പേരറിയണം. വാസസ്ഥലം ഏതാണോ അതും അറിയണം. അപ്പോൾ ഇങ്ങനെ നാമവുമായി ബന്ധപ്പെട്ട ആ മേഖലയിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നമ്മുടെ കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കണം. ഇങ്ങനെ ഓരോ ഏരിയയും പ്രത്യേകം പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്ക് നിങ്ങൾ, കളക്റ്റീവ് നൗൺസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് നൗൺസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഐ സോ എ ഡാഷ് ഓഫ് ഷീപ്പ് ഇൻ ദ ഫീൽഡ്. ഗ്രൂപ്പ് ഉണ്ട്, ഫ്ലീറ്റ് ഉണ്ട്, സ്വാം ഉണ്ട്, ഫ്ലോക്ക് ഉണ്ട്. അപ്പോൾ സാധാരണ ഷീപ്പ് നമുക്കറിയാം. ഷീപ്പ് പ്ലൂറൽ ഷീപ്പ് തന്നെയാണ് കേട്ടോ. ഡീറിൻ്റെ പ്ലൂറൽ ഡീർ തന്നെയാണ്. കാറ്റിലിൻ്റെ പ്ലൂറൽ കാറ്റിൽ തന്നെയാണ്. ഡോണ്ട് സേ കാറ്റിൽസ്, ഡോണ്ട് സേ ഷീപ്സ്, ഡോണ്ട് സേ ഡീർസ്, ഡോണ്ട് സേ സ്വൈൻസ്. SWINE സ്വൈൻ, സ്വൈൻ തന്നെയാണ് കേട്ടോ. സാൽമൺ തന്നെയാണ്. സാൽമൺസ് പറയേണ്ട ആവശ്യമില്ല. ഓർമ്മിക്കണം, കാറ്റിൽ, ഡീർ. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഷീപ്പിന് ഉപയോഗിക്കുന്ന കളക്റ്റീവ് നൗൺ എന്താണ്? ഏതാണ്? ഫ്ലോക്ക് ഓഫ് ഷീപ്സ് എന്നാണ് പറയുക. ഏതാ പറയുക? ഫ്ലോക്ക്. ഐ സോ എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്ന് പറയും കേട്ടോ. ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്. സർണിജൽ ആർതർ കൊനൻ ഡോയിലിൻ്റെ കഥാപാത്രമാണ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. ഐ സോ എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്. ഐ സോ എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്. I saw a flock of sheep.
ഫ്ലോക്ക്. FLOCK ഫ്ലോക്കാണ് ശരി. ഇനി സ്വാം എടുക്കുക. SWRM സ്വാം. സ്വാം സാറിന് ഉപയോഗിക്കുന്നത് ബീസാണ്. ബീസ്. സ്വാം ഓഫ് ബീസ്. ഇതൊന്നും നല്ല വേറെയും സാധനങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സാധാരണ സ്വാം ഓഫ് ബട്ടർഫ്ലൈസ്, സ്വാം ഓഫ് ഫ്ലൈസ്, സ്വാം ഓഫ് ബീസ്, പിന്നെ ഫ്ലീറ്റ് ഓഫ് ഷിപ്സാണ്. SHIPS ഷിപ്സ്. എ ഗ്രൂപ്പ് ഓഫ് ബോയ്സ്, എ ഗ്രൂപ്പ് ഓഫ് മെൻ ഉപയോഗിക്കാറുണ്ട്. മാനാണെങ്കിൽ ക്രൗഡ്, മോബ്, ഫ്ലോക്ക് ഒക്കെ ഉപയോഗിക്കാം. കേട്ടില്ലേ? ക്രൗഡ്, മോബ് ആൾക്കൂട്ടത്തിന് ഉപയോഗിക്കുന്നതാണ്. ക്രൗഡ്, മോബ്, മാസ് ആൾക്കൂട്ടാണ് കേട്ടോ. ഫ്ലോക്ക് ഓഫ് പീപ്പിൾ എന്ന് പറയാറുണ്ട്. ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്നു. ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. ഓർമ്മിക്കുക, ഐ സോ എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ഇൻ ദ ഫീൽഡ്. അടുത്തത് നോക്കുക. നെക്സ്റ്റ് വൺ. എ ഡാഷ് ഓഫ് ലേഡീസ് പിക്ക് ഔട്ട് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ. ബെഞ്ച്, ബെവി, ബ്രൂഡ്, പ്രൈഡ്. വാട്ട് ഈസ് യുവർ ആൻസർ? ഈ സുന്ദരികളായ സ്ത്രീകളെ ഗ്രൂപ്പിന് ഗേൾസ്, ലേഡീസ്, ബ്യൂട്ടിഫുൾ ഗേൾസ് എന്താണ് ഉപയോഗിക്കുന്നത്? എ ബെവി ഓഫ് ലേഡീസ് എന്നാണ് പറയുക. ഈ സ്ത്രീകളെ ഗ്രൂപ്പിന് എന്താ പറയുക? ബെവി, BEVY, ബെവി. ബെവി ഓഫ് ഗേൾസ്, ബെവി ഓഫ് ലേഡീസ്. ഐ സോ എ ബെവി ഓഫ് ബ്യൂട്ടിഫുൾ ഗേൾസ്. സുന്ദരിമാരുടെ ഗ്രൂപ്പ്, അതാണ് ബെവി. ബെഞ്ച് അറിയാം. ബെഞ്ച് ഓഫ് ജഡ്ജസ്. ബെഞ്ച് ഓഫ് ജഡ്ജസ്. ജഡ്ജില്ല, ജഡ്ജ്, അതാണ് ബെഞ്ച്. ഹൈക്കോടതിയിൽ ഫുൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ചൊക്കെ ഉണ്ട്. ബെഞ്ച് ഓഫ് ജഡ്ജസ്. പിന്നെ ബ്രൂഡ് ആണെങ്കിൽ ചിക്കൻസ്. ബ്രൂഡ് ഓഫ് ചിക്കൻസ്. എ ബ്രൂഡ് ഓഫ് ചിക്കൻസ് ആണ്. പ്രൈഡ്, എ പ്രൈഡ് ഓഫ് ലയൺസ് ആണ്. എ പ്രൈഡ് ഓഫ് ലയൺസ്. ഐ സോ എ പ്രൈഡ് ഓഫ് ലയൺസ് ഇൻ ദ ഫോറസ്റ്റ്. എ പ്രൈഡ്, സിംഹങ്ങളെ ഗ്രൂപ്പ്. പ്രൈഡ് എന്നാണ് ഉപയോഗിക്കുന്നത്. PRID, പ്രൈഡ്. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. കളക്റ്റീവ് നോൺ ഫോർ ഗൺസ് ഈസ്. ഗൺസിൻ്റെ കളക്റ്റീവ് നോൺ എന്താണ്? എന്താണ്? എ ബാറ്ററി ഓഫ്. എ ബാറ്ററി ഓഫ് ഗൺസ് ആണ്. ബാറ്ററി, ബാറ്ററി ഓഫ് ഗൺസ്. സുൽത്താൻ ബാറ്ററി, അതാണ് ബത്തേരി ആയത്. അതായത് ടിപ്പു സുൽത്താൻ്റെ പീരങ്കി, അതായത് തോക്കുകൾ സൂക്ഷിച്ച സ്ഥലമായിരുന്നു ബാറ്ററി. ബാറ്ററി ഓഫ് ഗൺസ് എന്നാണ് പറയുക. ബാറ്ററി ഓഫ് ഗൺസ്. കവി എന്നുള്ള വാക്കുണ്ട്. COVEY. പ്രൊനൗൺസിയേഷൻ എന്താണ്? കവി. ഇതാണ് കവി. കവി. കവി ഓഫ് കോയിൽസ്, കാടപ്പക്ഷികൾ. അതിൻ്റെ ഗ്രൂപ്പ് എന്താ പറയുക? കവി ഓഫ് കോയിൽസ്. ബാസ്ക് എടുക്കണം. BASK, ബാസ്ക്. ബാസ്ക് ഓഫ് ക്രൊക്കഡൈൽസ്. കണ്ടോ? എ ബാസ്ക് ഓഫ് ക്രൊക്കഡൈൽസ്. ക്രൊക്കഡൈൽസ് മുതലകളാണ്, ചീങ്കണ്ണികളാണ്. ചീങ്കണ്ണികളെ ഗ്രൂപ്പിന് പറയുക ബാസ്ക് എന്ന് പറയുക. ശരിക്കും ബാസ്ക് എന്ന് പറഞ്ഞാൽ വെയിൽ കായലാണ്. ഈസ് ബാസ്കിങ് ഇൻ ദ സൺലൈറ്റ്. ബാസ്ക് ചെയ്യുക, വെയിൽ കൊള്ളുക. മുതലകളിങ്ങനെ വെയിൽ കൊള്ളും, അതിനാണ് ബാസ്ക് ഉപയോഗിക്കുന്നത്. ബാസ്ക് ഓഫ് ക്രൊക്കഡൈൽസ്. അടുത്ത് നോക്കുക. പാക്ക്, അതായത് ഡോഗ്സിൻ്റെ അല്ലെങ്കിൽ വൂൾസിൻ്റെ ഗ്രൂപ്പിന് പറയുക എന്താണ്? വൂൾസ്. ചെന്നായ്ക്കളെ ഗ്രൂപ്പിന് പറയുക എന്താണ്? പാക്ക് എന്ന് പറയുക. പാക്ക് ഓഫ് വൂൾസ്. പാക്ക് ഓഫ് വൂൾസ് എന്നാ. പാക്ക് ഓഫ് സ്ട്രേ ഡോഗ്സ്. ഈ വേട്ടപ്പട്ടിക, തെണ്ടി നായ്ക്കളെ ഗ്രൂപ്പിന് എന്താ പറയുക? പാക്ക് ഓഫ് വൂൾസ്. ഡാഷ് ഓഫ് ബുക്സ്. ഓക്കെ, ആൻസർ എന്താണ്? ഗ്രൂപ്പ്, പൈല്, ഫ്ലൈറ്റ്, ഹേർഡ്. എന്താണ്? ഡാഷ് ഓഫ് ബുക്സ് ആണ്. എന്താണ്? എ പൈൽ ഓഫ് ബുക്സ്. പൈൽ ഓഫ് ബുക്സ്. ഒരു PSC പരീക്ഷ ചോദിച്ചതാണ്.
പാക്ക് വൂൾസ് ആണ്. ഡാഷ് ബുക്സ്. എ പൈൽ ഓഫ് ബുക്സ് ആണ്. കൂമ്പാരം. പുസ്തകത്തിൻ്റെ കൂമ്പാരാണ്. അതാണ്. പിന്നെ ഫ്ലൈറ്റ് കാണോ? FLIGHT ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് എന്ന് പറയാൻ നമുക്കറിയാം. ഫ്ലൈറ്റ് ഓഫ് പ്ലെയിൻസ് പറയും. പ്ലെയിൻസ്, എയ്റോപ്ലെയിൻസിലെ ഫ്ലൈറ്റ് എന്ന് പറയും. പിന്നെ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് പറയൂ. സ്റ്റെപ്സ്. യു വിൽ ഹാവ് ടു ക്ലൈംബ് എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്. ഒരു കൂട്ടം പടികൾ കയറണം. ഇഫ് യു വാണ്ട് ടു റീച്ച് at the top of Sabarimala hills, at the top of Palani hills, you will have to climb a flight of steps. Flight of steps നിങ്ങൾ കയറണം. എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്. പിന്നെ ഹേർഡ് ഉണ്ട്. HERD ഹേർഡ്. അതും ഗ്രൂപ്പ് തന്നെയാണ്. ഹേർഡ് ഓഫ് HERD ഹേർഡ് ഓഫ് കൗസ്. കാറ്റിൽ. ഹേർഡ് ഓഫ് കാറ്റിൽ. കാറ്റിൽസ് എന്ന് പറഞ്ഞത്. ഹേർഡ് ഓഫ് ഡീർ. ഹേർഡ് ഓഫ് ഗോഡ്സ്. ഗോട്ടിൻ്റെ ഗ്രൂപ്പിന് ഹേർഡ് എന്ന് പറയാറുണ്ട്. ഷീപ്പ് ഓഫ് ഫ്ലോക്കും ഹേർഡ് ഓഫ് ഗോഡ്സ്. ഹേർഡ് ഓഫ് എലഫൻസ്. ആനക്കൂട്ടത്തിന് പറയുക എന്താണ്? ഹേർഡ് എന്നാണ് പറയുക. ഹേർഡ് ഓഫ് HERD ഹേർഡാണേ. HERD ഹേർഡ്. വേറൊരു ഹേർഡ് ഉണ്ട്. HEARD ഹേർഡ്. അത് രണ്ടും ഒരുപോലെ പ്രൊനൗൺസ് ചെയ്യുക. അത് ഹിയർ ഹേർഡ് ഹേർഡാണ്. കേട്ടു. ഇതെന്താണ്? HERD ഹേർഡ്. ഹേർഡ് ഓഫ് എലഫൻസ്. ഹേർഡ് ഓഫ് ഹിപ്പോസ്. ഹിപ്പോപ്പൊട്ടാമസ്. ഹേർഡ് ഓഫ് റിനോസറസ്. റിനോൻ്റെ ഗ്രൂപ്പിനും പറയുക ഹേർഡ് എന്ന് തന്നെ പറയുക. ആന ഗ്രൂപ്പിനും പറയുക എന്താണ്? ഹേർഡ് എന്നാണ് പറയുക. മാനിൻ്റെ കൂട്ടും പറയുക ഹേർഡ് ഓഫ് ഡീർ എന്നാണ് പറയുക. ഹേർഡ് ഓഫ് കൗസ് എന്ന് പറയും. ഹേർഡ് ഓഫ് കാറ്റിൽ. റിമെമ്പർ ദിസ്. അടുത്ത് നോക്കുക. എ ഡാഷ് ഓഫ് ഡീർ. നിങ്ങൾക്കറിയാം. ഇപ്പം ഞാൻ പറഞ്ഞുള്ളൂ. ഡീറാണ്. ഡോണ്ട് സേ ഡീർസ്. എ ഹേർഡ് ഓഫ് ഡീറാണ്. ഉണ്ടോ? എ ഹേർഡ് ഓഫ് ഡീറാണ്. ഉണ്ടല്ലേ? ലിറ്റർ കണ്ടോ? LITTER. ലിറ്റർ ഓഫ് പപ്പീസ്. അതായത് പപ്പീസ് നമുക്കറിയാം ആരാണ്? നായ്ക്കുട്ടികളാണ്. നായയുടെ കുട്ടിയാണ്. ഇപ്പോൾ ഡോഗ് നമ്മൾ പഠിക്കുമ്പോൾ ഡോഗിൻ്റെ പെണ്ണ് ബിച്ചാണ്. ബിച്ച്. എ പാക്ക് ഓഫ് ഡോഗ്സ് എന്നാണ് പറയുക നായയുടെ ഗ്രൂപ്പിന്. എ പാക്ക് ഓഫ് ഡോഗ്സ്. ഉണ്ടല്ലേ? ഡോഗിൻ്റെ യങ് വണ്ണ് പപ്പിയാണ്. PUPPY പപ്പി. ബാറ്റാണെങ്കിൽ പപ്പ് എന്നാണ് പറയുക. ബാവലാണെങ്കിൽ പപ്പ് എന്ന് പറയും. ഉണ്ടോ? പപ്പീൻ്റെ ഗ്രൂപ്പിന് പറയുക എ ലിറ്റർ ഓഫ് പപ്പീസ് എന്നാണ് പറയുക. എ ലിറ്റർ ഓഫ് പപ്പീസ്. എ ലിറ്റർ ഓഫ് പപ്പീസ് എന്ന് പറയും. ലിറ്റർ ഓഫ് പിഗ്സ് എന്ന് പറയും. എ ലിറ്റർ ഓഫ് പപ്പീസ്. അല്ലേ? ഡോഗിൻ്റെ സൗണ്ടിന് പറയുക ബാർക്ക് എന്നാണ് പറയുക. ഡോഗിൻ്റെ താമസത്തിന് പറയുക കെന്നൽ എന്നാണ് പറയുക. KENNEL. കെന്നൽ. നമുക്കറിയാം. കനൈൻ. അപ്പോൾ എന്താണ്? എ ഹേർഡ് ഓഫ് ഡീർ. ഫ്ലോക്ക് നേരത്തെ പറഞ്ഞതാണ്. എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. ബേഡ്സ്. എ ഫ്ലാക്ക് ഓഫ് പാരറ്റ്സ് പറയാം. പിന്നെ മോബ്. മോബ് തന്നെ ആൾക്കൂട്ടാണ്. മോബ്. മോബ്, മാസ്, ക്രൗഡ്. കണ്ടോ? ഇതൊക്കെ എന്താണ്? ആൾക്കൂട്ടാണ്. മോബ്, മാസ്, ക്രൗഡ്. പിന്നെ ഫോക്ക് എന്ന് പറയും. FOLK. ഫോക്ക്. ഫോക്ക് ഓഫ് പീപ്പിൾ. ഫോക്ക്. ഇതൊക്കെ നമ്മൾ ആൾക്കൂട്ടത്തിന് പറയുന്നതാണ്. മാസ് സൈക്കോളജി. മാസ് ഹിസ്റ്റീരിയ. മോബ് സൈക്കോളജി ഉണ്ട്. മോബിൻ്റെ ഒരു മനഃശാസ്ത്രമുണ്ട്. ആൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം. കേട്ടോ? അടുത്തത് വാട്ട് യു കോൾ എ ഗ്രൂപ്പ് ഓഫ് ഡോൾഫിൻസ്. ഡോൾഫിൻസ് എന്ന ഉണ്ട്. ഡോൾഫിൻ്റെ ഗ്രൂപ്പിൽ നമ്മൾ എന്താണ് പറയുക? വാട്ട് യു കോൾ എ ഗ്രൂപ്പ് ഓഫ് ഡോൾഫിൻസ്.
ഹേർഡാണോ, പ്രൈഡാണോ, സ്വാമാണോ, പോഡാണോ? നമുക്കറിയാം. പ്രൈഡ് നമ്മൾ ഉപയോഗിക്കുക ലയൺസാണ്, ഇല്ലേ? ഹേർഡ് നമ്മൾ ഉപയോഗിക്കുക കാറ്റിലാണ്, കൗസാണ്, ഡീറാണ്, ഡീർസ് എന്ന് പറയുന്നത് ഡീറാണ്, എലഫൻസാണ്, അല്ലേ? എലഫൻസ്. ഇതൊക്കെ സാധാരണ ഹിപ്പോപ്പൊട്ടാമസ്, അല്ലേ? റിനോസറസ് ഒക്കെ നമ്മൾ ഹേർഡാണ് പറയുക. സ്വാം ഓഫ് ബീസ്, ഫ്ലൈസ് ഉണ്ടല്ലേ, ഫ്ലൈസ്, ബട്ടർഫ്ലൈസ്, സ്വാം SWRM, സ്വാം ഓഫ് ആൻസും പറയാം കേട്ടോ. പിന്നെ അപ്പോൾ എന്തായിരിക്കും? എ പോഡ് ഓഫ് ഡോൾഫിൻസ്. ആൻസർ ഈസ് എ പോഡ് ഓഫ് ഡോൾഫിൻസ്. എ പോഡ് ഓഫ് ഡോൾഫിൻസ് ആണ് APOD, പോഡ്. അടുത്ത് എ ഡാഷ് ഓഫ് സെയിലേഴ്സ്. എന്താണ്? എ ഗാങ്, ആർമി, റെജിമെൻ്റ്, ക്രൂ. എ ഗാങ്, സാധാരണ ഗാങ് ഉപയോഗിക്കുക ഗാങ് ഓഫ് തീവ്സ്, ഗാങ്. ക്രിമിനൽസ്, CRIMINALS, ക്രിമിനൽസ്, ഗാങ് ഓഫ് ക്രിമിനൽസ്. എ ഗാങ് ഓഫ് കോൺവിക്സ്, എ ഗാങ് ഓഫ് ലേബറേഴ്സ്, LABOURERS, ലേബറേഴ്സ്. പണ്ട് റെയിൽവേ ലൈനൊക്കെ ഇടാൻ വേണ്ടി തടവുകാരെ കൊണ്ടുപോകുക, അപ്പോൾ അതിനാണ് ഗാങ് എന്ന് പറയുക. റെയിൽവേ ഗാങ് ആണ് ഗാങ്. ആർമി ഉണ്ട്, എൻ ആർമി ഓഫ് ഫ്രോഗ്സ്. തവളേൻ്റെ ഗ്രൂപ്പിന് പറയുക ആർമി എന്ന് പറയും, ഫ്രോഗ്സ്. റെജിമെൻ്റ് ഉണ്ട്, പട്ടാളക്കാർ ഗ്രൂപ്പാണ് റെജിമെൻ്റ് ഓഫ് സോൾജിയേഴ്സ്. അപ്പോൾ എന്താണ്? എ ക്രൂ ഓഫ് സെയിലേഴ്സ് ആണ്. ആൻസർ ഈസ് ഡി. സെയിലേഴ്സിൻ്റെ ക്രൂ ആണ്. എ ക്രൂ ഓഫ് ഫോട്ടോഗ്രാഫേഴ്സ്, ക്രൂ ആണ് സെയിലേഴ്സിൻ്റെ. അതായത് കടൽജോലിക്കാരുടെ ഗ്രൂപ്പ് എന്താ പറയുക? എ ക്രൂ ഓഫ് സെയിലേഴ്സ്, എ ക്രൂ ഓഫ് സെയിലേഴ്സ്. അടുത്ത് നോക്കണം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ഈസ് കറക്റ്റ്? താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻ ഏതാണ് കറക്റ്റ്? എ പാക്ക് ഓഫ് ഔൾസ്, എ ഫ്ലോക്ക് ഓഫ് policemen, എ സ്കൂൾ ഓഫ് ഫിഷ്, എ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ്. ഏതാണ് ഇതിലെ കറക്റ്റ് എക്സ്പ്രഷൻ? എ പാക്ക് ഓഫ് ഔൾസ് എന്ന് പറയുക. എന്താ പറയുക? എ പാർലമെൻറ്റ് ഓഫ് ഔൾസ് എന്നാണ് പറയുക കേട്ടോ. PARLIAMENT. അതായത് ഔൾസ് ഉണ്ട്. ഔൾ എന്ന് പറഞ്ഞാൽ നൊക്ടേണൽ ബേർഡാണ്, രാത്രികാലങ്ങളിൽ വരുന്ന പക്ഷിയാണ് ഔള്. ഈ ഔൾസിൻ്റെ ഗ്രൂപ്പിന് പറയുക പാർലമെൻറ്റ് ഓഫ് ഔൾസ് എന്നാണ് പറയുക ഉണ്ടോ. പാർലമെൻറ്റ് ഓഫ് ഔൾസ്. പോലീസ്മാന് പറയുക എന്താണ്? എ പോസി ഓഫ് പോലീസ്മെൻ എന്നാണ് പറയുക. ഫ്ലോക്ക് എന്നല്ല പറയുക, എ പോസി ഓഫ്, POSSE, പോസി ഓഫ് പോലീസ്മെൻ. ഫിഷിന് പറയുക സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറയും, ഷാൾ ഓഫ് ഫിഷ് എന്ന് പറയും കണ്ടോ. ബേർഡ്സിന് പറയുക എന്താണ്? എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്നാണ് പറയുക. സ്കൂൾ പറയുക എന്താണ്? ഫിഷിൻ്റെ ഗ്രൂപ്പ് എന്താ പറയുക? സ്കൂൾ ഓഫ് ഫിഷ്, അല്ലെങ്കിൽ ഷാൾ ഓഫ് ഫിഷ് എന്ന് പറയും. എ ഫ്ലോക്ക് ഓഫ് പോലീസ്മെൻ എന്ന് പറയില്ല, എ പോസി ഓഫ് പോലീസ്മെൻ എന്നാണ് പറയുക, എ പാർലമെൻറ്റ് ഓഫ് ഔൾസ് എന്നാണ് പറയുക, എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്നാണ് പറയുക. പക്ഷേ കറക്റ്റ് എന്താണ്? എ സ്കൂൾ ഓഫ് ഫിഷ്, എ സ്കൂൾ ഓഫ് സ്കോളേഴ്സ്, സ്കൂൾ ഓഫ് ഫിലോസഫേഴ്സ്. റൈറ്റ്. അപ്പം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് കളക്റ്റീവ് നൗൺസിൽ കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്തത് കളക്റ്റീവ് നൗൺസ് എന്താണ്, കളക്റ്റീവ് നൗൺസ് മുൻ പരീക്ഷ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൽ കുറേ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് നമ്മൾ കുറച്ചുകൂടി കളക്റ്റീവ് നൗൺസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കളക്റ്റീവ് നൗൺസിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ വളരെ കോൺഫിഡൻ്റായി കളക്റ്റീവ് നൗൺസ് ആൻസർ ചെയ്യാൻ കഴിയുന്നു. ഇപ്പം നിർത്തുന്നു. നന്ദി, നമസ്കാരം.